ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് 5ാം ക്ലാസ്സിലെ മക്കളുടെ മലയാളത്തിലെ അടിസ്ഥാന പാഠാവലിയിലെ ഭൂമിക്ക് വേണ്ടി എന്നുള്ള പാഠഭാഗമാണ് കേട്ടോ. ഈ പാഠഭാഗവും അതിലെ തുടർ പ്രവർത്തനങ്ങളുമാണ് ചെയ്തു നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 5ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD 5 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അത് ലഭിക്കുന്നതാണ് കേട്ടോ. ഇനി മലയാളത്തിൻ്റെ മാത്രം വീഡിയോസ് മതിയെങ്കിൽ STD 5 മലയാളം എന്നുള്ള പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഭൂമിക്ക് വേണ്ടി. അവധിക്കാലം കഴിഞ്ഞു. സ്വീഡന്റെ നിരത്തുകളിൽ യൂണിഫോം ഇട്ട് ബാഗും തൂക്കി നടന്നും സൈക്കിൾ ചവിട്ടിയും വീണ്ടും കുട്ടികൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. സ്ലോക്ക്ഹോം നഗരത്തിലാണ് സ്വീഡന്റെ പ്രൗഢമായ പാർലമെന്റ് മന്ദിരം. അതിന്റെ അകത്തളത്തിലാണ് ജനപ്രതിനിധികൾ ദ്വീപ് രാഷ്ട്രത്തിന്റെ ചട്ടങ്ങൾ ചമയ്ക്കുന്നത്. എത്രയെത്ര ചർച്ചകളാണ് അരങ്ങേറുന്നത്. പക്ഷെ ഭൂമിയുടെ ആരോഗ്യത്തെക്കുറിച്ച് ആരെങ്കിലും ഒരാൾ അതിനുള്ളിൽ തലപുകയ്ക്കുന്നുണ്ടോ? ഒരു മാറ്റമുണ്ടാക്കാൻ സാധിക്കാത്തത്ര നിസ്സാരക്കാരല്ല ആരും. ജീവിതശൈലിയിൽ കൊണ്ടുവരുന്ന കൊച്ചു കൊച്ചു മാറ്റങ്ങൾക്ക് പോലും മലിനീകരണം വലിയ അളവിൽ കുറയ്ക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒറ്റപ്പെട്ട ഇടപെടലുകൾ കൊണ്ടായില്ല. കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് ഭരണകൂടങ്ങൾ തന്നെ മുൻകൈയെടുക്കണം. ഭൂമിക്ക് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കപ്പെടണം. ആഗോളതാപനത്തിൽ ഭൂമി ഉരുകുന്നത് ജനപ്രതിനിധികൾ അറിയുന്നില്ലെങ്കിൽ അവരുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ഗ്രേറ്റ തൂൺബെർഗ് തയ്യാറെടുത്തു. 2018 ഓഗസ്റ്റ് 20 പാർലമെന്റ് മന്ദിരത്തിനു മുന്നിൽ കല്ലുപാകിയ നിരത്തിൽ ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടി. അവൾ സ്കൂൾ യൂണിഫോം ധരിച്ച് മുടി ഇരുവശവും പിന്നിയിട്ടിരുന്നു. പുസ്തക സഞ്ചി തൊട്ടടുത്ത് ചാരിവച്ചു. അവൾ കരുതിയ പ്ലക്കാർഡിലെ കൈപ്പട ആളുകൾ സ്വീഡിഷ് ഭാഷയിൽ ഇങ്ങനെ വായിച്ചു: സ്കോൾ സ്ട്രക്ക് ഫോർ ക്ലൈമറ്റ്, കാലാവസ്ഥയ്ക്കായി സ്കൂൾ സമരം. ഗ്രേറ്റ തൂൺബെർഗ് എന്ന 15 വയസ്സുകാരി ഭൂമിക്ക് വേണ്ടി, തലമുറകളുടെ ഭാവിക്ക് വേണ്ടി, കാലാവസ്ഥയ്ക്ക് വേണ്ടി സ്കൂൾ സമരം ആരംഭിച്ചിരിക്കുന്നു. രാവിലെ 8:30 മുതൽ വൈകിട്ട് 3 മണി വരെ സാധാരണ ക്ലാസ്സിലിരിക്കേണ്ട സമയം മുഴുവൻ ഗ്രേറ്റ പ്ലക്കാർഡുമേന്തി പാർലമെന്റ് കെട്ടിടത്തിനു മുന്നിൽ തപസ്സു ചെയ്തു. സാധാരണക്കാരുടെ കൗതുകത്തിനപ്പുറം ആരുടെയെങ്കിലും ശ്രദ്ധ ക്ഷണിക്കാൻ അന്നത്തെ പ്രയത്നം കൊണ്ടായില്ല. പിറ്റേ ദിവസവും ഗ്രേറ്റ രാവിലെ യൂണിഫോം ധരിച്ച് ബാഗും തൂക്കി ഇറങ്ങിയപ്പോൾ പ്ലക്കാർഡ് എടുക്കാൻ മറന്നില്ല. 2ാം ദിവസം വഴിപോക്കർ കൗതുകത്തോടെ നോട്ടമെറിയുന്നതിനു പകരം ഒരു നിമിഷം നിന്ന് കാര്യം തിരക്കുന്ന തരത്തിലേക്ക് സമരം ശ്രദ്ധ നേടി. അന്ന് മടങ്ങുന്നതിനു മുൻപ് തന്നെ ഗ്രേറ്റയ്ക്ക് കുറച്ച് കൂട്ടുകാരെ കിട്ടി. സ്കൂൾ സമരത്തിന്റെ ആദ്യത്തെ പിന്തുണക്കാർ. 3ാം ദിവസം കൂടുതൽ ഉത്സാഹഭരിതയായാണ് ഗ്രേറ്റ സമരവേദിയിലെത്തിയത്. അന്ന് ഗ്രേറ്റ ഒറ്റയ്ക്കായിരുന്നില്ല. അവൾക്കൊപ്പം ചെറിയൊരു കൂട്ടം രൂപപ്പെട്ടു. ചെറുപ്പക്കാരായിരുന്നു കൂടുതലും. സമരം 6ാം ദിവസത്തിലെത്തി. കൂട്ടുകാരോട് ഗ്രേറ്റയ്ക്ക് അന്നൊരു നിർദ്ദേശം വെക്കാനുണ്ടായിരുന്നു. ലക്ഷ്യബോധമില്ലാതെ എല്ലാ ദിവസവും ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. എന്തിനു വേണ്ടിയാണ് ഈ സമരം എന്നതിനെക്കുറിച്ച് എല്ലാവരും പഠിക്കണം. സമൂഹ മാധ്യമങ്ങളിലൂടെ കൂടുതൽ ജനങ്ങളിലേക്ക് ഉദ്ദേശ്യം എത്തിക്കണം. ഒരു ലൈക്കോ കമന്റോ പോലും സമരത്തിന് നേരിട്ടെത്താൻ കഴിയാത്തവരുടെ പിന്തുണയാണ്. പതിയെ പതിയെ പാർലമെന്റ് കെട്ടിടത്തിനു മുന്നിലെ സംഭവ വികാസങ്ങൾ സ്വീഡനിൽ ചർച്ചയായി തുടങ്ങി. എല്ലാ ദിവസവും സമരത്തിന്റെ ചിത്രമെടുത്ത് ഗ്രേറ്റ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചു. ഞങ്ങളും വരട്ടെ, എപ്പോഴാണ് കാണാൻ സാധിക്കുക? ഗ്രേറ്റയുടെ വിശേഷങ്ങൾക്ക് കീഴിൽ കമന്റ് ബോക്സിൽ ആരാധകരുടെ ചോദ്യങ്ങൾ നിരന്നു. ഗ്രേറ്റ മറുപടി നൽകി: എല്ലാവർക്കും സ്വാഗതം. നിരവധി പേർ ഓരോ ദിവസവും പാർലമെന്റിന് മുന്നിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. ചിലർ സ്കൂളും ജോലിയും ഉപേക്ഷിച്ച് മുഴുവൻ സമയം സമരത്തിൽ പങ്കാളികളായി. മറ്റു ചിലർ ഒരു നേരത്തെ ഭക്ഷണമോ ഷോപ്പിങ്ങോ ഉപേക്ഷിച്ച് പറ്റുന്ന സമയങ്ങളിലെല്ലാം പിന്തുണയുമായി എത്തി. കൂടുതൽ അമ്മമാർ മക്കളെയും കൂട്ടി സമരത്തിനെത്താൻ തുടങ്ങി. മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും പ്ലക്കാർഡുകളും ഗ്രേറ്റയ്ക്കൊപ്പമിരുന്നു. ചിലർ ഗ്രേറ്റയ്ക്ക് കഴിക്കാൻ ഭക്ഷണപ്പൊതികളും കുടിക്കാൻ പാനീയങ്ങളും കരുതി. നഗരത്തിൽ 15 വയസ്സുകാരി പെൺകുട്ടിയുടെ സ്കൂൾ സമരം അതിനോടകം വലിയ ചർച്ചയായി. പത്രങ്ങളിൽ വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. 9ാം ദിവസമായപ്പോഴേക്കും പാർലമെന്റ് മന്ദിരത്തിനു മുന്നിലെ നിരത്തിൽ സമരക്കാർ നിറഞ്ഞു. അതോടെ വേദി മാറ്റേണ്ടി വന്നു. ഗ്രേറ്റ തടസ്സങ്ങളൊന്നും ഉന്നയിച്ചില്ല. പുതിയ നിയമങ്ങൾ വേണമെന്നല്ലാതെ ഉള്ള നിയമങ്ങൾ ലംഘിക്കുക എന്നത് അവളുടെ അജണ്ടയായിരുന്നില്ല. പിന്നീടുള്ള ദിവസങ്ങളിൽ ലോകം ഗ്രേറ്റയെ അറിയാൻ തുടങ്ങി. കാലാവസ്ഥാ പ്രശ്ന പരിഹാരത്തിന് സ്കൂൾ ഉപേക്ഷിച്ച 15 വയസ്സുകാരി എന്ന പേരിൽ ദ ഗാർഡിയൻ പത്രം ലേഖനം പ്രസിദ്ധീകരിച്ചു. സ്വീഡനകത്തും പുറത്തും സകല ഭാഗങ്ങളിലേക്കും വാർത്ത എത്താൻ തുടങ്ങി. ഗ്രേറ്റ ചെയ്യുന്നതിനോട് യോജിക്കാൻ നഗരങ്ങളെന്നോ ഗ്രാമങ്ങളെന്നോ വ്യത്യാസമില്ലാതെ നിരവധി പേരുണ്ടായി. സ്വീഡനിൽ പലയിടങ്ങളിലും സ്കൂൾ സമരങ്ങൾ അരങ്ങേറി. ഗ്രേറ്റയ്ക്ക് പിന്തുണയറിയിച്ച് രാജ്യത്തിനകത്തും പുറത്തും വലുതും ചെറുതുമായ പ്രകടനങ്ങൾ നടന്നു. റോമിൽ നിന്ന് ഗ്രേറ്റയെ തേടി ഒരു ഫോട്ടോഗ്രാഫർ എത്തി. ഗ്രേറ്റയുടേതുപോലെ ഒരു സൈക്കിൾ. അതിന്റെ പെഡലിൽ ചാരി വെച്ച പ്ലക്കാർഡിൽ ഇങ്ങനെ എഴുതിയിരുന്നു: നന്ദി ഗ്രേറ്റ, ഞങ്ങളുമുണ്ട് നിനക്കൊപ്പം. അപ്പോൾ PS രാഗേഷാണ് എഴുതിയത്. ഭൂമിക്ക് വേണ്ടി ഒരു സ്കൂൾ കുട്ടിയുടെ പോരാട്ടം എന്നുള്ള പുസ്തകത്തിൽ നിന്നുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലെ പ്രവർത്തനങ്ങൾ നോക്കാം. ചോദ്യം 1. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം സമൂഹ മാധ്യമങ്ങളിലൂടെ കൂടുതൽ ജനങ്ങളിലേക്ക് ഉദ്ദേശ്യം എത്തിക്കണം.
ഒരു ലൈക്കോ കമന്റോ പോലും സമരത്തിന് നേരിട്ടെത്താൻ കഴിയാത്തവരുടെ പിന്തുണയാണ്. ഗ്രേറ്റ് സുഹൃത്തുക്കളോട് ഇങ്ങനെയാണ് പറഞ്ഞത്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങൾ ഗ്രേറ്റ് തന്റെ സമര പ്രചാരണത്തിനായി ഉപയോഗിച്ചു. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ലോകം ഗ്രേറ്റയെക്കുറിച്ചും ഗ്രേറ്റയുടെ സമരത്തെക്കുറിച്ചും അറിഞ്ഞത്. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നത്? ഗുണകരമായ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി സമൂഹ മാധ്യമങ്ങളെ നമുക്ക് ഉപയോഗിക്കാം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കൂ. ടീച്ചറുടെ സഹായത്തോടെ ഗ്രേറ്റയുടെ ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കൂ. നിങ്ങൾ അറിയേണ്ട ധാരാളം കാര്യങ്ങൾ അതിലുണ്ടാവും. സ്കൂളിന് ഫേസ്ബുക്ക് പേജ് ഉണ്ടോ? ഉണ്ടെങ്കിൽ മലയാളം ക്ലാസ്സിൽ ഈ വർഷം ഇതുവരെ നടന്ന പ്രവർത്തനങ്ങളുടെ വിവരങ്ങളും ഫോട്ടോകളും സ്കൂളിന്റെ ഫേസ്ബുക്ക് പേജിൽ കൊടുക്കാൻ ടീച്ചറോട് പറയുമല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം എഴുതാം. അതായത് നമ്മളുടെ അഭിപ്രായങ്ങൾ സമൂഹ മാധ്യമങ്ങളെ കുറിച്ചുള്ള ഗുണകരവും ദോഷമാണോ ഗുണകരമാണോ എന്നുള്ള നമ്മുടെ അഭിപ്രായങ്ങൾ ആദ്യം നമുക്ക് എഴുതാം. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഒട്ടേറെ ഗുണങ്ങളുള്ള ഈ മാധ്യമങ്ങൾക്ക് അതിലേറെ ദോഷങ്ങളുമുണ്ട്. ഇന്നത്തെ കാലത്ത് പല കാര്യങ്ങൾക്കും സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരാൾക്ക് സഹായം നൽകാനും അതുപോലെ ഒരാളുടെ ജീവിതം നശിപ്പിക്കുവാനും ഇവ ഒരുപോലെ ഉപയോഗിക്കുന്നവരുണ്ട്. സാധാരണക്കാർ തുടങ്ങി സെലിബ്രിറ്റികൾ വരെ അതിൽ ദൈനംദിന ചര്യകൾ പോസ്റ്റ് ചെയ്യുന്നു. ഒരാളുടെ സ്വകാര്യതയിലേക്ക് എങ്ങനെ എളുപ്പത്തിൽ എത്തി നോക്കാം എന്നതിന് ഉദാഹരണമാണ് സമൂഹ മാധ്യമങ്ങൾ. ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ വ്യത്യാസമില്ലാതെ ഒരുപാട് പേരുടെ ജീവിതം പല വിധത്തിലും നശിപ്പിക്കുവാനും സമൂഹ മാധ്യമങ്ങൾ കാരണമാകുന്നു. അതേ സ്ഥാനത്ത് ഒരു അസുഖമുണ്ടെങ്കിൽ പല വിധത്തിലുള്ള സഹായങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ ഇന്ന് ലഭ്യമാണ്. ചെറിയ ഈ മാധ്യമങ്ങളുടെ സഹായത്താൽ ലോകം ശ്രദ്ധ നേടുന്നു. പല പ്രശ്നങ്ങളും ഉണ്ടാക്കുവാനും പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനും സമൂഹ മാധ്യമങ്ങൾ ഒരുപാട് പങ്കുവഹിക്കുന്നു. സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തെറ്റല്ല, പക്ഷേ അത് ഗുണകരമായ കാര്യത്തിന് ഉപയോഗിക്കണം. മറ്റുള്ളവരെ സഹായിക്കാനും പ്രകൃതിക്ക് വേണ്ടി പോരാടാനും മറ്റും നല്ല രീതിയിൽ ഉപയോഗിക്കണം. ചോദ്യം 2. ഗ്രേറ്റയ്ക്ക് ഒരു കത്ത്. കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ച് 2018 മെയ് മാസത്തിൽ സ്വീഡിഷ് ഡെയിലി ന്യൂസ് എന്ന പത്രം നടത്തിയ ഉപന്യാസ മത്സരത്തിൽ സമ്മാനം നേടിയപ്പോഴാണ് ഉപന്യാസം എഴുത്തു പോരാ, കാലാവസ്ഥാ മാറ്റത്തിനിടയാക്കുന്ന മനുഷ്യരുടെ പ്രവൃത്തികൾ തടയാൻ പോരാട്ടം തന്നെ വേണമെന്ന് ഗ്രേറ്റയ്ക്ക് മനസ്സിലായത്. ഗ്രേറ്റ് തന്റെ പോരാട്ടം തുടങ്ങിയത് ഒറ്റയ്ക്കാണ്. പിന്നീട് അവൾക്കൊപ്പം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി പതിനായിരങ്ങൾ ചേർന്നു. ഇതിനകം 35-ലധികം അന്തർദേശീയ പുരസ്കാരങ്ങൾക്ക് ഗ്രേറ്റ അർഹയായി. കിട്ടാവുന്ന പുസ്തകങ്ങൾ, ലേഖനങ്ങൾ എന്നിവ വായിച്ചും മറ്റു സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയും ഗ്രേറ്റയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമല്ലോ. ഭൂമിയിലെ എല്ലാ മനുഷ്യർക്കും വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രേറ്റയ്ക്ക് ഒരു കത്തെഴുതൂ. വ്യക്തിഗതമായി തയ്യാറാക്കി ഗ്രൂപ്പിൽ മെച്ചപ്പെടുത്തി ക്ലാസിൻ്റെതായി ഒരു കത്ത് തയ്യാറാക്കുകയും വേണം. കത്തെഴുതുമ്പോൾ ആദ്യം നിങ്ങളുടെ സ്ഥലവും തീയതിയും എഴുതുക. പ്രിയപ്പെട്ട ഗ്രേറ്റയ്ക്ക്, സുഖമാണെന്ന് കരുതുന്നു. ഞാൻ നിങ്ങളുടെ ലക്ഷക്കണക്കിന് ആരാധകരിൽ ഒരാളാണ്. നിങ്ങളെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. പ്രകൃതിയെ സംരക്ഷിക്കാൻ നിങ്ങൾ ചെയ്ത ഓരോ പ്രവൃത്തിയും എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ഒരു 15 വയസ്സുകാരിക്ക് ഇത്രയേറെ ചെയ്യാൻ കഴിഞ്ഞു എന്നോർക്കുമ്പോൾ എപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്. അതുപോലെ തന്നെ കോടിക്കണക്കിന് ആളുകളുള്ള ലോകത്ത് 15 വയസ്സുകാരിയാണ് ഭൂമിയെ സംരക്ഷിക്കാൻ മുന്നോട്ട് വന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ ഉൾപ്പെടുന്ന ജനതയോട് പുച്ഛവും തോന്നുന്നു. എനിക്കും നിങ്ങളെപ്പോലെ ഒരാളാവാനാണ് ആഗ്രഹം. അവസാന ശ്വാസം വരെ ഭൂമിക്ക് വേണ്ടി ജീവിക്കുന്നവളാവാൻ, എന്ത് വില കൊടുത്തും ഭൂമിയെ സംരക്ഷിക്കുന്നവളാവാൻ. എൻ്റെ മുൻപോട്ടുള്ള ജീവിതത്തിൽ ഞാൻ എന്നും പ്രചോദനമായി എടുക്കുന്നത് നിങ്ങളെ ആയിരിക്കും. ഇനിയും ഒരുപാട് എഴുതണമെന്നുണ്ട്. അതിന് മറ്റൊരു കത്തിലാവാം എന്ന് ഒരു ആരാധിക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ മക്കളെ നിങ്ങൾക്ക് ഈ പാഠത്തിൽ, ഭൂമിക്ക് വേണ്ടി എന്നുള്ള പാഠത്തിൽ പഠിക്കാനായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ചെയ്യാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ. ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ എല്ലാം മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. 5ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്തിരിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്